ശേഷം ലൈറ്റ് ഉണ്ടോ കറക്റ്റ് പഞ്ചിങ്ങാണ്. യാതൊരു പ്രശ്നങ്ങൾ അങ്ങനത്തെ വണ്ടിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, പൊളിച്ച് മാറ്റിയിട്ടൊന്നുമില്ല. ഇങ്ങനെ ഇപ്പം നമ്മുടെ കാറ് നമ്മൾ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നൊക്കെയാണ്. ഈ RPM നമ്മളിപ്പോൾ ഇതിൻ്റെ 1-ന്റെ താഴെ എടുക്കുന്നത് നമ്മൾ 2-3 അടിക്കുമ്പോൾ ഇതിവിടെ വന്ന് കടന്ന വണ്ടിയുടെ എഞ്ചിൻ അത്ര കുഴപ്പമില്ല, മീഡിയം. പക്ഷേ ഇത് നല്ല റെസ്റ്റ് ആയിട്ടൊക്കെ തെറ്റിയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഇതിലുണ്ടോ ഇവിടെ ചെറിയ ചെറിയ ഇവിടെ അങ്ങനെ ക്രാക്കുകളൊന്നും കാണില്ല. ഇതാണ് വണ്ടി. ഹലോ ഹബീബീസ്, വെൽക്കം ടു ദിബാബ്. ഇത് നമുക്ക് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. നമ്മൾ ഇന്ന് പഞ്ചാബിലേക്ക് പോവുകയാണ്. നമ്മളൊരു കസ്റ്റമർ നമുക്ക് ഒരു BMW 320D സീരീസ് കേൾക്കണമെന്ന് അതിൽ നല്ല ശബ്ദം തോന്നുന്നു. അതിൻ്റെ എടുത്ത് സംസാരിക്കേണ്ടത് മൈക്ക് വെക്കാൻ പറ്റുന്നില്ല. മൈക്കാണെങ്കിൽ ഭയങ്കര ബോറ് മൈക്കാണ്, അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കണത്. നമ്മൾ പഞ്ചാബിൽ പോയിട്ട് നമ്മൾ പഞ്ചാബിലാണ് വണ്ടി ഇരിക്കുന്നത്. ഇപ്പോൾ ഒന്ന് രാവിലെ ഇപ്പോൾ നേരെ 4:00 കഴിച്ചിട്ട് ഇപ്പോൾ വണ്ടി ലേറ്റ് ആയിക്കാണ്. നമ്മൾ പഞ്ചാബിൽ പോയിട്ട് അതിൻ്റെ കണ്ടീഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. കണ്ടീഷൻ അറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ പോയിട്ട് നല്ല വണ്ടിയാണ് അതും കാണിച്ചു തരും. അതിന് പുറമെ നല്ല ഈ വണ്ടിയുടെ കണ്ടീഷൻ എന്താണെന്നുള്ളത് നമ്മളൊന്ന് പോയിട്ട് അസസ് ചെയ്തിട്ട് നല്ല വണ്ടിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കസ്റ്റമറിന് എടുത്തു കൊടുക്കുന്നതായിരിക്കും. ഒന്നല്ലെങ്കിൽ നാളെ അത് ഫൈനലാക്കും, ഇല്ലെങ്കിൽ നമ്മളത് വിട്ടുപോരും. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. കൂടുതൽ കാണിക്കുന്നില്ല, അപ്പോൾ അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഗായ്സ്, നമ്മുടെ ട്രെയിന് 2 മണിക്കൂർ ലേറ്റാണ്. രാവിലെ 3:30 നീച്ചിട്ട് എല്ലാ പുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് വേറെ 5 മണിക്ക് എത്തിയപ്പോൾ ട്രെയിനാണ് നല്ല ലേറ്റ് കൂടി 3 മണിക്കൂറൊക്കെ. എന്നിട്ട് ഇപ്പോൾ നമ്മൾ 3 മണിക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സ്ഥലത്തെത്തുക. ചിലപ്പോൾ അവിടെ നിൽക്കേണ്ടി വരാം. ഞാൻ അവിടെ പോയിട്ട് നോക്കുമ്പോഴത്തേനൊക്കെ എല്ലാം റെഡി. ആ ഒരു 2 മണിക്കൂർ നോക്കിക്കഴിയുമെന്ന് അറിയില്ല. തിരിച്ചു വല്ല ചിലപ്പോൾ പോസിബിൾ ആവാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഞാൻ എവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ എവിടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആവണ്ടോന്നൊക്കെ അറിയില്ല. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്കിനി നോക്കണ പരിപാടികളും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാം. ഇപ്പോൾ നാളെ കൂടി ഉണ്ടാവും ഇവിടെ. അപ്പോൾ ഞാൻ അവിടെ എത്തിയത് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. റീസണബിളായിട്ട് നിൽക്കാൻ താല്പര്യമുള്ള കേട്ടോ ഞാൻ പറയുന്നത്. ചിലപ്പോൾ നിൽക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം എവിടെയെന്നുള്ളത്. അപ്പോൾ റീസണബിളായിട്ട് നിൽക്കാൻ ഇവിടെ വന്ന് പെട്ട് കഴിഞ്ഞാൽ കേരളത്തിന് ഇതുവരെ പരിചയമില്ലാത്ത ആരെങ്കിലും വന്ന് ഇവിടെ വന്ന് പെടുകയാണെങ്കിൽ എവിടെയാണ് അന്വേഷിക്കേണ്ടതെന്നുള്ള കാര്യം നമുക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഞാൻ നിൽക്കുകയാണെങ്കിൽ കേട്ടോ. നമ്മളിപ്പോൾ പഞ്ചാബിലെത്തിയേക്കാണ്. പഞ്ചാബിലെത്തി നമ്മളെ ഡീലറിനെ കണ്ട് നമ്മളവിടുത്തെ ഇനി വണ്ടി മറ്റാൾ ആ BMW എടുത്തിട്ടാണ് വന്നിട്ട് കാണുന്നത്. അപ്പോൾ അത് നമ്മുടെ ഒരു ലോങ് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോസിന് അതിലൊക്കെ ഉൾപ്പെടുത്താം. ഞാനിപ്പോൾ ഫുഡ് കഴിച്ചിട്ടാണില്ല. ഫുഡ് കഴിച്ച് എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ ഫുഡ് കഴിച്ച് വരികയാണ്. നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വണ്ടിയാണ്. ഇതാണ് വണ്ടി കേട്ടോ. ഇതാണ് വണ്ടി. നമ്മളിത് കയറുകയാണ്. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ കാണിച്ചു തരാം. ഇതാണ് വണ്ടി. നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടെ. പിന്നെ അതിൻ്റെ മീറ്ററിൻ്റെ ഇതിനുള്ളിൽ സാധനം മാറ്റിയിട്ടുണ്ട്. ഷെയറിങ്ങിൻ്റെ 2010 മോഡലാണ് ഇത്. ഗ്ലാസ് കേട്ടോ, ഗ്ലാസ് ഇതുണ്ടോ BMW തന്നെയാണ്. എല്ലാ ഗ്ലാസ്സും ആയിട്ടില്ല, പക്ഷേ ഒരു ചെറിയൊരു ഇതൊരു ക്രാക്ക് ഉണ്ട്. വേറെ അങ്ങനെ വലിയ ക്രാക്കൊന്നും ഇവിടെ കാണാനില്ല. ഗ്ലാസ് ഇതാണ്. ഇവിടെ അങ്ങനെ ക്രാക്കുകളൊന്നും കാണില്ല. വൈപ്പർ വർക്ക് ചെയ്യുന്നുണ്ട്, മെല്ലെ സ്പീഡിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. വണ്ടിയുടെ നമ്മൾ എക്സ്റ്റീരിയർ ചെക്കപ്പ് ജസ്റ്റ് ഒന്ന് നമ്മൾക്ക് അറിയുന്ന രൂപത്തിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ്ടോ ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് കുറച്ച് കൂടുതലാണ്. ഫസ്റ്റ് ഇതിൻ്റെ ഗ്യാപ്പ് കുറച്ച് കൂടുതലാണ്. ഇത് രണ്ടും അലൈൻമെൻറ്റ് തെറ്റിയിട്ടുണ്ട്. ഇവിടെ ഒക്കെ തെറ്റിയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഇതിലുണ്ടോ ഇവിടെ ചെറിയ ചെറിയ ക്രാക്കുകൾ വന്നിട്ടുണ്ട്.
ഇവിടുത്തെ ഇതും അലൈൻമെൻറ്റ് കുറച്ച് തെറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിനെ ഞാൻ വണ്ടി ഓൺ ആക്കിയിട്ട് ഇതിനെ കാണിച്ചറിയും. പ്രോഗ്രാം അലൈൻമെൻറ്റ് തെറ്റിയിരിക്കണം. ഇതിന് നെറ്റൊക്കെ ആകെ ഇതായി കിടക്കുകയാണ്. ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, 3 ലൈറ്റും വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ റെഡി ആക്കേണ്ടി വരും. ഒറിജിനൽ ലൈറ്റ് തന്നെയാണ്, പക്ഷെ അത് മാറ്റിയിട്ടില്ല. ഇതിന് അലൈൻമെൻറ്റ് ഇവിടെ അടുത്താണല്ലോ, ഇവിടുത്തെ കുറച്ച് ഗ്യാപ്പ് കൂടിയിട്ടുണ്ട്. പിന്നെ ഗ്രില്ല് അത്ര കുഴപ്പമില്ല, എന്നാലും കുറച്ച് സ്റ്റെബിലിറ്റി കുറവുണ്ട്. പിന്നെ ഇവിടുത്തെ അലൈൻമെൻറ്റ് കറക്റ്റാണ്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇത് ഈ ലാമ്പ് തന്നെ പറഞ്ഞു, ഇതും ഇതിന് മറ്റേ പോലെ തെറ്റി കിടക്കുന്നില്ല, പക്ഷേ ഇതും കുറച്ച് ബ്രൈറ്റ്നെസ് കുറവാണ്. ഓക്കെ, ഇവിടെ ചെറിയൊരു ക്രാക്ക് കാണാം. ഇത് ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയാം. ഇത് ജാമായി കിടക്കുന്ന പോലെ തോന്നുന്നത്. ഓക്കെ, ഇതേപോലത്തെ ചെറിയ ചെറിയ ക്രാക്കുകൾ സൈഡിലും ഇവിടെ കാണാനുണ്ട്. പിന്നെ ഇതിൻ്റെ പേസ്റ്റിങ് അങ്ങനെയൊന്നും പറയാൻ മാത്രമല്ല, പേസ്റ്റിങ്ങൊന്നും അങ്ങനെ കാണുന്നില്ല. പിന്നെ ഈ ടയർ 2025 വീക്ക് 2022 നല്ല ടയറാണ്. ഇതിൻ്റെ ബ്രേക്ക് പാഡിൽ തുരുമ്പ് പിടിച്ച് വരുന്നേ ഉള്ളൂ. ഓക്കെ, ടയർ ഓക്കെയാണ്, അലോയ് വീലും കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ ബ്രേക്ക് നല്ല നീറ്റാണ്. പക്ഷേ ബ്രേക്കിൻ്റെ ആ പിടിക്കുന്നതുണ്ടല്ലോ, അത് കുറച്ച് റെസ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇൻഡിക്കേറ്റർ ലെഫ്റ്റും റൈറ്റും ഇത് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. വേറെ ഫ്രണ്ടിലത്തെയും വർക്ക് ചെയ്യുന്നില്ല, ബാക്കത്തെയും വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഇത് മാറ്റേണ്ടി വരും കേട്ടോ. ഇതിൽ മാറ്റേണ്ടി വന്നു, എക്സ്റ്റീരിയറത്തെ കാരണം കേട്ടോ, ഇതിൽ മാറ്റേണ്ടി വരും. ഇത് ടൈറ്റ് ആക്കേണ്ടി വരും. പൊട്ടലൊന്നും, ഇത് വരയാണ്, ഇത് പൊട്ടലല്ല, അത് വരയാണ്. പിന്നെ പറയുമ്പോൾ ഈ ഡോറിന് അടക്കുമ്പോൾ കുഴപ്പമില്ല, ഞാൻ ചെറിയൊരു പിടുത്തം വരുന്നുണ്ട്. ഗ്ലാസ് ഒറിജിനലാണ്, ഗ്ലാസ് അങ്ങനെ പേടിക്കാനൊന്നുമില്ല. പിന്നെ ഇത് കണ്ടോ, ഇത് പോന്നിട്ടുണ്ട്, ഇത് ഒട്ടിക്കേണ്ടി വരും. ഇവിടെ ചെറിയൊരു വളരെ സൂക്ഷിച്ച് നോക്കി കാണാൻ പറ്റുന്ന ഒരു ബെൻഡ് ചെറുതായിട്ട് കാണാൻ കഴിയും. ചെറിയൊരു ബെൻഡാണ്, അങ്ങനെ വില കാര്യമായിട്ടെടുത്ത് പറയാനൊന്നുമില്ല. പിന്നെ ഈ ടയറിൽ ഏതാണെന്നൊക്കെ മനസ്സിലാവണില്ല. JA5R എന്നാണ് ഡോട്ട്. ഇവിടെ അങ്ങനെ നമ്പർ കൊടുത്തിട്ടില്ല, പക്ഷേ ഈ ടയർ എത്രയെന്ന് അറിയില്ല, ഇത് മാത്രമേ അറിയാത്തുള്ളൂ. പിന്നെ ഇത് നല്ല റെസ്റ്റ് ആയിക്കണം, ബ്രേക്ക് പാഡ് അത്ര നീറ്റല്ല, പക്ഷേ ഇത് നല്ല റെസ്റ്റ് ആയിട്ടുണ്ട്, ഇത് മാറ്റേണ്ടി വരാം. അങ്ങനെ ഇതാണ് ബ്രേക്കിൻ്റെ അവസ്ഥ. ബ്രേക്ക് നല്ലോണം റെസ്റ്റ് ആയിക്കണം, കണ്ടോ. ലെഫ്റ്റത്തെ ഈ ഇൻഡിക്കേറ്റർ രണ്ടെണ്ണം വർക്ക് ചെയ്യില്ല, നേരത്തെ പറഞ്ഞില്ലേ. റിവേഴ്സ് ലാമ്പ് വർക്ക് ചെയ്യും, ഇതും വർക്ക് ചെയ്യും, ഇതും വർക്ക് ചെയ്യും. ബ്രേക്ക് ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ അങ്ങനെ കാര്യമായിട്ട് പറയാനൊന്നുമില്ല. ഇതിൻ്റെ മുകളിൽ ഇവിടുത്തെ അലൈൻമെൻറ്റും കുഴപ്പമില്ല, പക്ഷേ ഇത് കുറച്ച് പൊന്തിക്കുന്നുണ്ട്. ചെറുതായിട്ട് ഇവിടെ മാത്രം കുറച്ച് പൊന്തിക്കുന്നുണ്ട്. ഇതുണ്ടോ, ഇവിടെ ഇങ്ങനത്തൊക്കെ ഈ സൈഡ് കണ്ടോ, സൈഡ് ഈ ലെവലിൽ ഇവിടെ ഒന്നും അങ്ങനെ കുഴപ്പമില്ല. ഗ്ലാസ്സിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഇതേപോലത്തെ ചെറിയ ഈ സാധനങ്ങൾ റബ്ബറൊക്കെ ചിലപ്പോൾ ഇന്ന് മാറ്റേണ്ടി വരാം. ഓക്കെ, പിന്നെ ഈ സൈഡിൽ പറയുമ്പോൾ ഇവിടെ അങ്ങനെ ബെൻഡ് കാര്യങ്ങൾ പറയാമെന്നില്ല, പക്ഷേ ഇതിൻ്റെ ഇവിടെ 1 2 3 4 5 ഇങ്ങനെ 5 ചെറിയ ബെൻഡുകൾ കുഴി പോലെ ഉണ്ടായിട്ടുണ്ട്. ഗ്ലാസ് ഒറിജിനലാണ്, എൻ്റെ ഗ്ലാസ്സൊക്കെ ഒറിജിനൽ തന്നെയാണ്. ഇവിടെ ഉണ്ട് ചെറിയൊരു കുത്ത് പോലെ ഉണ്ട്. ഇനി ഇത് ഒട്ടിച്ചൊക്കെയാണ്, കണ്ടാൽ മനസ്സിലാവും, പക്ഷേ ഒട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ പെയിൻറ്റ് നൈസായിട്ട് പോയ പോലെ ഉണ്ട്, ഇവിടെയും പോയ പോലെ ഉണ്ട്. പിന്നെ ഇത് ഒറിജിനൽ തന്നെയാണ്, ഗ്ലാസ്സൊക്കെ ഒറിജിനൽ തന്നെയാണ്. ഇനി പറയാതാ, ഇവിടെ ഉണ്ടോ, ഇത് നൈസായിട്ട് ഇളകുന്നുണ്ട്. ഈ സംഭവം നൈസായിട്ട് ഇളകുന്നുണ്ട്, നൈസായിട്ടുള്ളൂ. ഇതിവിടെ റെഡി ആയല്ലോ, ഇതിങ്ങനെ പോകുന്നിരിക്കുന്നുണ്ട്, അതാണ് റബ്ബർ പോകുന്നിരിക്കുന്നുണ്ട്. ഈ ടയർ 2022 തന്നെയാണ്. ഈത്തിയും ബ്രേക്ക് പാഡും സാധനങ്ങളും ഇതും ചെറുതായിട്ട് റെസ്റ്റാണ് പറയുന്നത്, പക്ഷേ ഓവറായിട്ട് റെസ്റ്റ് അല്ല, സമയം എടുക്കും, എന്നാലും ടൈമുണ്ട്, കുഴപ്പമില്ല. അത്രക്ക് നല്ല റെസ്റ്റ് ആയിട്ടില്ല. പിന്നെ ഈ ഒരു ഭാഗത്ത് പറയാൻ പറ്റില്ല, ഇവിടെ കുറച്ച് ക്രാക്കുകളൊക്കെ ഉണ്ട്. ഞങ്ങളിവിടെ എത്തി. ഇതൊക്കെയാണ് പുറത്തത്തെ കാര്യങ്ങൾ. പിന്നെ പറയാൻ വിട്ടുപോയ കാര്യം, ഫ്രണ്ട് ഗ്ലാസ് ഒറിജിനലാണ്, പക്ഷേ ഉണ്ടോ ഇവിടെ ചെറിയൊരു കുത്തുപോലെ ഒരു സംഭവം ഇരിക്കുന്നുണ്ട്, പൊട്ടിയിട്ടുണ്ട്. അതോടെ ഞാൻ പറഞ്ഞു കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ ഇവിടെ ഒന്നും അങ്ങനെ കാര്യമായിട്ട് കാണാനൊന്നുമില്ല. ഇതൊക്കെ ഇപ്പോൾ ഈ സാധനമൊക്കെ മാറ്റി. വൈപ്പറൊക്കെ നല്ല വർക്ക് ചെയ്യുന്നുണ്ട്, വൈപ്പൊന്നും വർക്ക് ചെയ്യുന്ന പ്രശ്നമൊന്നുമില്ല. ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇവിടെ കറക്റ്റാണ്, ഇവിടെ പ്രശ്നങ്ങളൊന്നും കാണാനില്ല. ഇപ്പുറത്തെ സൈഡിൽ ഇവിടെയും ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ പെയിൻറ്റ് പോയ പോലെയാണ്. ഇവിടെ കുറച്ച് സ്ക്രാച്ച് ഉണ്ട്, ഇവിടെ കുറച്ച് സ്ക്രാച്ചുകളുണ്ട്. ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിലും കുറച്ച് സ്ക്രാച്ചുകൾ കാണാനുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ സ്ക്രാച്ചുകൾ കാണാനില്ല.
ഞാൻ പറയല്ലേ ഈ ഒരു ഭാഗത്തെ രണ്ടത്തെയും ബ്രേക്ക് പാഡ് കുഴപ്പമില്ല നമുക്ക് ടൈനി ഓടും. പക്ഷെ ഈ രണ്ട് സ്ഥലത്തെ ഇത് കുറച്ച് റെസ്റ്റ് ആയിട്ടുണ്ട്, പക്ഷെ അത് നല്ല റെസ്റ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സാധനം കുറച്ച് റെസ്റ്റ് കൂടുതലാണ്, റെസ്റ്റ് കുറവാണ്, മീഡിയം. പക്ഷേ ഇത് നല്ല റെസ്റ്റ് ആയിട്ടുണ്ട്. ഇതാണ് ചെറിയ എക്സ്റ്റീരിയർ പറ്റി പറയാനുള്ളത്. ഓക്കെ, ഇതാണ് കാറിൻ്റെ ചാവിയൊക്കെ 2010 മോഡൽ കാറല്ലേ, ചാവി ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ ഓണാക്കുമ്പോൾ ഇത് ഓണാവുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഡിക്കി വർക്ക് ചെയ്യുന്നില്ല. ഓഫാക്കുമ്പോൾ അത് എല്ലാം അടയുന്നുണ്ട്, പക്ഷെ ഇത് മാത്രം തുറയുന്നുണ്ട്. അപ്പോൾ ഈ കാറിൻ്റെ കീ മാറ്റേണ്ടി വരും. അങ്ങനെ നമ്മൾ ഇൻറ്റീരിയറിലേക്ക് കിടക്കാൻ നിൽക്കുകയാണ്. നമുക്ക് ഐശ്വര്യമായിട്ട് എന്ത് ചെയ്യുക, സംഭവം തുറന്ന് ഇതുണ്ടോ. ഇനി തുറന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മളുടെ കീ ഇവിടെ വെക്കുകയാണ്. ഇനി തുറക്കുമ്പോൾ സ്മൂത്ത് അടയലല്ല, ചെറിയൊരു പിടുത്തം വരുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇതാണ് ഡോറിൻ്റെ ഇവിടുത്തെ പഞ്ചിങ്ങുകളൊന്നും നോക്കി നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല കമ്പനി പഞ്ചിങ് തന്നെയാണ്. അടിഭാഗത്തും നോക്കി നോക്കുമ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും കാണാനില്ല. ഇതാണ് ഉണ്ടോ ഇവിടെയൊക്കെ ഒന്ന് കമ്പനിയുടെ ഒന്നും അങ്ങനെ ആരും എന്ത് ചെയ്തില്ല, സ്പാനർ വെച്ച് പാടുകളൊന്നും കാണാനില്ല. ഇതുണ്ടോ, ഇത് റെസ്റ്റായിട്ട് നല്ലോണം റെസ്റ്റായിട്ടുണ്ട്. ഇനി പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫങ്ഷനൊക്കെ നമ്മൾ പിന്നെ പറയും. ഇത് കണ്ടോ, ഇത് പോന്നിരിക്കുകയാണ്, ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇതേപോലെ ഇതുണ്ടോ വർക്ക് ചെയ്യും, പക്ഷേ എന്താ പറയുക, എന്തൊക്കെ ഒരു ഇത് പോലെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മളിതിൻ്റെ ഈ സാധനമൊക്കെ എടുത്ത് നോക്കിയിട്ടെടുത്തപ്പോൾ പഞ്ചിങ്ങൊക്കെ കറക്റ്റ് തന്നെയാണ്, കറക്റ്റ് പഞ്ചിങ് തന്നെയാണ്. അതിലൊന്നും യാതൊരു പ്രശ്നങ്ങളൊന്നും അങ്ങനെ അതിൽ കാണാൻ ഇല്ല. കാര്യമായിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും കാണാനില്ല. ഒന്ന് വെക്കട്ടെ കേട്ടോ. പിന്നെ പാർക്കിലെ വണ്ടി, ഓട്ടോമാറ്റിക് വണ്ടി പാർക്ക് ഇരിക്കണത് 1 2 3 4 5 ഇത്രത്തോളം എന്ത് വരുന്നുണ്ട്, ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ എന്താ പറയുക, ആക്സിലേറ്ററും ബ്രേക്കും. പിന്നെ ലൈറ്റുകൾ, ഇത് വർക്കിംഗ് ആണ്, ഇതും വർക്കിംഗ് ആണ്. ഇത് നേരത്തെ വർക്ക് ചെയ്ത, പക്ഷെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഇനി വണ്ടി ഞാൻ കീ ഇട്ട് നോക്കിയിട്ട് ബാക്കി നമുക്ക് അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ. 2-3 പ്രാവശ്യം അടിച്ചപ്പോൾ വർക്ക് ചെയ്ത്. ഇതിൽ മിറർ ഹലോ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതുണ്ടോ മിറർ ഉണ്ട്. ഇതൊന്നും അങ്ങനെ കുഴപ്പമില്ല. ഇതുണ്ടോ, ഇതിൽ മിറർ ഉണ്ട്, അടക്കാം ക്ലോസ് ചെയ്യാൻ കുഴപ്പമില്ല. ബട്ട് ഇതുണ്ടോ, ഈ സാധനം പോന്നിരിക്കുകയാണ്. ഇതിലും വർക്ക് ഇറക്കേണ്ടി വരും കേട്ടോ. ഇങ്ങനെയാണ്. ഇതും ഇതും വർക്ക് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ലൈറ്റും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എയർ ബാഗിൻ്റെ ഇവിടെ ഉണ്ടോ, ഇവിടെ സൂം ചെയ്തെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ടാഗ് ഉണ്ടല്ലോ, ഈ ഒരു ടാഗ് പോയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു വയർ പോയിട്ടുണ്ട്. ഈ സാധനം ഒട്ടിച്ച് വെച്ച പോലെയാണ്, ഒട്ടിച്ച് വെച്ചേക്കല്ല, എന്തൊക്കെ ഒരു പൊട്ടലുണ്ടോ എന്ന് പറയുന്നത്. ഇനി ഇത് വർക്ക് ചെയ്യൂല, ഇത് വർക്ക് ചെയ്യും. ഈ ചാർജറിൻ്റെ സ്ലോട്ട് വെക്കുന്നത് മാറ്റേണ്ടി വരും. പിന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം മാറ്റിയിട്ടുണ്ട്. കണ്ടോ, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം മാറ്റിയിട്ടുണ്ട്. ഈ ഒരു മ്യൂസിക്കിൻ്റെ സിസ്റ്റം മാറ്റിയിട്ടുണ്ട്. ബ്ലൂടൂത്ത് വഴിയാണ് കണക്ട് ചെയ്യുന്നത്. കണക്ടിവിറ്റി ഞാൻ കണക്ട് ചെയ്ത് പെട്ടെന്ന് കണക്റ്റ് ആവണില്ല, ഇത് മാറ്റേണ്ടി വരാം. ഇനി ഏസറെ കാര്യം നമ്മൾ വണ്ടി ഓൺ ആക്കിയിട്ട് പറയാം. ഇതുണ്ടോ, ഇതും കുറച്ച് ഹാർഡാണ്, അങ്ങനെ പെട്ടെന്ന് അടിക്കാണ്ട് വരുന്നില്ല. ഇവിടുത്തെ ഡ്രോ ബോക്സും ഇവിടുത്തെ ഡ്രോ ബോക്സ് ഇനിയും കുഴപ്പമില്ല, അടച്ചാൽ മതി, കുഴപ്പമില്ല. സ്റ്റിയറിങ് വീല് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, എംബളം പോയിട്ടുണ്ട്, ഇത് ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലത്തെ കവർ ചേഞ്ച് ആയിട്ടുണ്ട്. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് എൻജിൻ്റെ അവിടെ ചെറിയൊരു ഇങ്ങനെ ഒരു എലി കടിച്ച പോലെ കുറച്ചങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി എന്താ കാണിക്കാനുള്ളത്? ഇനി സീറ്റ് ബെൽറ്റ്, ഇത് കുറച്ചായിട്ട് നമ്മൾ വലിക്കുമ്പോൾ കുഴപ്പമില്ലാതെ നല്ല നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് വലിച്ചിട്ടേ ഈ ഒരു സാധനത്തുമ്പോൾ ഇതും കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ അടിയിൽ കവർ ചെയ്ത് നിൽക്കുകയാണ്, നമുക്ക് അങ്ങനെ പെട്ടെന്ന് കാണാൻ അടിയിക്കന്നെ പോയി നോക്കേണ്ടി വരും. അപ്പോൾ സീറ്റ് ബെൽറ്റ് നല്ല ചൂടുണ്ട് കേട്ടോ. പഞ്ചാബിൽ ഭയങ്കര ചൂടാണ്, എല്ലായിടത്തും ഭയങ്കര ചൂടാണ്. അങ്ങനെ വേർത്തക്കണേ, ഡോണ്ട് മൈൻഡ്. അപ്പോൾ അങ്ങനെ കയ്യൊക്കെ ഉള്ള വേർത്തക്കണ്ടി. അപ്പോൾ ഈ ഒരു സാധനം കണ്ട, അതൊക്കെ ഈ ഒരു നമ്മൾ അപ്പുറത്ത് ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ പറഞ്ഞു ഇതൊക്കെ ചേഞ്ച് ആക്കേണ്ടി വരും. ഇനി ഇതിൽ
തുറക്കാം. ഇത് പിന്നെയും കുഴപ്പമില്ലാത്ത ഡോറാണ്. ഇതിലാണ് കുഴപ്പമില്ലാത്ത ഡോറ് പറയാളിട്ടതിൽ. ഇനി ഇതാ ഈ ഡോറിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഞാൻ പറഞ്ഞു. ഇത് മറ്റ് കമ്പാരിറ്റീവിലും മറ്റ് കമ്പാരിറ്റീവില് കുറച്ച് കുഴപ്പമില്ല. ഇനി നമുക്കിതിൽ പഞ്ചിങ് നോക്കാം. ഇവിടെ ഒന്ന് മേജറായിട്ട് കമ്പനി തന്നെയാണ്, കമ്പനി പഞ്ചിങ് തന്നെയാണ്. യാതൊരു പ്രശ്നങ്ങളും അങ്ങനെ കാണില്ല. അടിഭാഗത്തും അങ്ങനെ അധികം പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാത്തിലും ഇവിടെ നിന്ന് പണിയെടുത്തിട്ടില്ല. ഇത് നല്ല ഈ ഒരു ഇത് ട്യൂബ് നല്ല റെസ്റ്റ് ആയിട്ടുണ്ട്. സീറ്റൊക്കെ കംഫർട്ട് ഓക്കെയാണ്, ഇരിക്കാനൊക്കെ സുഖമുണ്ട്. സീറ്റുകൾക്കൊന്നും പ്രശ്നങ്ങൾ കാണില്ല. ഇനി നമുക്ക് ഇതിൻ്റെ സീറ്റ് ബെൽറ്റ് വെച്ച് നോക്കാം. സീറ്റ് ബെൽറ്റും അതേപോലെ തന്നെയാണ്, സെയിം തന്നെയാണ്, വ്യത്യാസങ്ങളില്ല. കണ്ടോ, ഞാൻ പിന്നെ ഇടുന്നില്ല. അതുണ്ടോ ഇനി ഇട്ട് കാണിച്ചിട്ടാണെങ്കിൽ കണ്ടോ സെയിം തന്നെ, അതേപോലെ തന്നെ, വ്യത്യാസങ്ങളൊന്നുമില്ല, സെയിം തന്നെയാണ്. ഇനി കണ്ടോ ഇത് തൂങ്ങിക്കിടക്കുന്ന എന്തോ സ്വിച്ചുകളാണ്. ഇത് തൂങ്ങിക്കിടക്കുന്നത്, ഇതൊക്കെ റെഡിയാക്കേണ്ടി വരും, മനസ്സിലാകണ്ടോ. പിന്നെ ഇതിൻ്റെ അടിയിലേക്ക് നോക്കുമ്പോൾ ഇവിടെയൊക്കെ നോക്ക്, കണ്ടോ, അങ്ങനെയാണ്. അതാണ് ഇപ്പോൾ കാര്യങ്ങൾ, ഇവിടുത്തെ കാര്യങ്ങൾ. ഇതുണ്ട്, ഇത് മറ്റേതുപോലെ ചെറിയൊരു ഇളക്കമുണ്ട്, കണ്ടോ, ചെറിയൊരു ഇളക്കം കാണാനുണ്ട്. ഇതൊക്കെ തന്നെ ഇതിൽ അറിയാനുള്ളത് കേട്ടോ. ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഇതൊരു പിയാനോ എലമെൻറ്റ് സാധനമാണ്. ഇതിലും അലൈൻമെൻറ്റ് കറക്റ്റ് തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നും കറക്റ്റ് തീരെ കാണാനില്ല. ഇതുണ്ട്, ഇതൊക്കെയാണ് പിന്നെ ഇളക്കൾ. ഇതൊക്കെ ചേഞ്ച് ആക്കി എന്തായാലും വരും. ഇൻഫോർട്ടീവ് ഈ സാധനം എന്തായാലും ചേഞ്ച് ആക്കേണ്ടി വരും. എൻ്റെ കണ്ടാൽ മനസ്സിലായി എല്ലാവർക്കും. ഇവിടെ ഇതാ കണ്ടോ, ഇതാണ് കണ്ടോ, ഇവിടെ ഒക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വണ്ടിയുടെ ഈ മോൾ ഭാഗത്ത് നല്ല വന്നിട്ടുണ്ട്. ഇപ്പുറത്ത് അങ്ങനെ കുഴപ്പങ്ങളില്ല, ഈ ഒരു ഭാഗത്ത് അങ്ങനെ കുഴപ്പങ്ങളില്ല. ഇനി ഇതെന്താ വെച്ചാൽ ഇത് നമ്മുടെ കസ്റ്റമർ ഈ ഒരു വണ്ടി എടുത്തിട്ട് അത് ഫേസ് ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. അതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ കാറ് നോക്കിയത്. ഇങ്ങോട്ട് വന്നത് 2010 മോഡൽ ഡീസലൊന്നും ഡൽഹിയിൽ കിട്ടില്ല. 2015 മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കാണുന്നവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. 2015 മോഡൽ മുതലാണ് ഡീസൽ വണ്ടികൾ ഡൽഹിയിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ 2010 മോഡൽ കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തേക്ക് വന്നാലാണ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ഒരു കോയിൻസിഡൻസിൽ മീറ്റ് ചെയ്ത ഡീലറാണ്. അപ്പോൾ ആളുടെ നിന്ന് വന്ന വണ്ടിയാണ്. ഇപ്പോൾ ചോദിക്കുക 4.5 ലക്ഷം റുപ്യാണ് ഈ വണ്ടിക്ക്. ഈ വണ്ടിക്ക് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറക്കാൻ പറ്റുമോ നോക്കാം. ഇല്ലെങ്കിൽ നമ്മൾ കസ്റ്റമറിന് വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ന് രാത്രി അവിടെ നിൽക്കും, നാളെ രാവിലെ നമ്മൾ പോവുള്ളൂ. ഇപ്പോൾ കസ്റ്റമർ ഇന്ന് രാത്രി തിരക്കിലാണ്. അപ്പോൾ വീഡിയോ കണ്ട ശേഷം എന്താണ് അഭിപ്രായം അനുസരിച്ച് നമ്മൾ എന്താക്കും, വണ്ടി വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കും. വേണ്ടെങ്കിലും ഇത് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ നല്ല വണ്ടികൾ വേറെ തപ്പി പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കാറിൻ്റെ കാര്യത്തിൽ വീണ്ടും കടക്കും. ഇനി ഈ ഡോറുകൾ ഇങ്ങനെ തുറയില്ല. ഈ ഡോർ ഇങ്ങനെ 2 ഡോറും തുറയില്ല, അതും തുറയില്ല. തുറക്കണമെങ്കിൽ നമ്മൾ ഇതിലൂടെ കൈയിട്ട് ഇങ്ങനെ ഇരുന്ന് നല്ലൊരു വലി വലിച്ചിട്ട് തുറന്നാൽ സംഭവം ഓക്കെ, തുറന്നു. ഇതിൻ്റെ ഈ ഒരു സാധനം കംപ്ലൈൻ്റ് ആണ്, ഇത് പോന്നിട്ടുണ്ട്. ഇത് മാത്രമാണ് വർക്കിംഗ് ഉള്ളൂ. പിന്നെ വണ്ടിയുടെ ഉള്ളിതാ സീറ്റൊന്നും കുഴപ്പമില്ല. ഈ ഒരു ഇതൊക്കെ അടിപൊളി നല്ലത് തന്നെയാണ്. പക്ഷേ ഇത് പോയിക്കണു. ഇത് ഒരെണ്ണം പോയിട്ടുണ്ട്. ഇത് ഒരെണ്ണം ഭയങ്കര റെസ്റ്റായിട്ട് അടിയിൽ കാണാം, കുറച്ചുകൂടി നല്ല അതിൻ്റെ ഇതൊക്കെ ഒരുപാട് ഇതായിട്ട് ഉപയോഗിക്കും. ഈ സീറ്റ് ബെൽറ്റും കുഴപ്പമില്ല. ബാക്കത്തെ റെസ്റ്റിംഗ് ഒന്നും സംഭവം ഓക്കെ, സംഭവം ടീക്ക് ഹേ, സബി ടീക്ക് ഹേ. ബാക്കിൽ ഇതൊക്കെയാണ് പ്രശ്നമുള്ളത്. പിന്നെ കണ്ടോ, ഇതും തുറയില്ല. തുറക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ തള്ളി പിടിച്ച് തുറയും. കണ്ടോ, തുറന്നു. ഇങ്ങനെ ആയാൽ മാത്രമേ വണ്ടി തുറയുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ പഞ്ചിങ് സാധനം നോക്കാം. ഇവിടെയും അങ്ങനെ പണികൾ എടുത്തിട്ടൊന്നുമില്ല. ഇത് ഞാൻ പറഞ്ഞ പോലെ റെസ്റ്റിംഗ് ഉണ്ട്. ഞാൻ അത് കൊണ്ട് പറയുന്നില്ല. ഇവിടെ ചെറിയ ഉണ്ടോ വണ്ടിയുടെ ഈ സാധനം പോകുന്ന പോലെ ഉണ്ട്. ഇതൊക്കെ റെഡിയാക്കേണ്ടി വരും. ഇനി വേറെ എന്തൊക്കെ പ്രശ്നം നോക്കട്ടെ. വണ്ടിയുടെ പഞ്ചിങ് കമ്പനി പഞ്ചിങ് തന്നെയാണ്. അങ്ങനെ പ്രശ്നങ്ങളൊന്നും അധികം കാണാൻ ഇല്ല. ശരിയുണ്ടോ, അവിടെ പഞ്ചിങ് പ്രശ്നമൊന്നുമില്ല. ഇതും ചെറുതായി ഇവിടെ നിന്നൊക്കെ ഇളകിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ഡോറിൻ്റെ അവസ്ഥ ഇതാണ്, മനസ്സിലാവുണ്ടോ. വണ്ടി പൊളിച്ച് പണി ചെയ്തിട്ടൊന്നുമില്ല. ഇവിടെ ഞാൻ കണ്ടപ്പോൾ ഇനി പൊളിച്ച് പണിയെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഇവിടുന്ന് മാറ്റൂലേ, മൊത്തം ഇങ്ങനെ എടുത്ത് മാറ്റുകയും ചെയ്യുക പണി എടുക്കുകയാണെങ്കിൽ. വണ്ടിയുടെ ഇവിടെ കറക്റ്റ് പഞ്ചിങ് തന്നെയാണ്. അങ്ങനെ കുത്തു കണ്ടില്ലേ, കറക്റ്റ് പഞ്ചിങ്ങാണ്. യാതൊരു പ്രശ്നങ്ങൾ അങ്ങനത്തെ വണ്ടിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പൊളിച്ച് മാറ്റിയിട്ടൊന്നുമില്ല. അങ്ങനെ കുറച്ച് 2010 ഒരു
ഇതൊക്കെ കാണിക്കുന്നുണ്ട്, മനസ്സിലാവും കേട്ടോ. ടയർ നമ്മൾ പറഞ്ഞാണ്. ഞാൻ അപ്പുറം സൈഡ് എടുക്കുക. പിന്നെ പറയാൻ വിട്ടുപോയതാണ്, നമ്മുടെ ഫ്രണ്ട് ഡോറിൻ്റെ ഈ ഒരു ഭാഗം സാധനം കണ്ടോ, ഈ ഒരു ഫ്രണ്ട് ഡോറിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ അടിയിലുള്ള ഈ ഭാഗം കുറച്ച് ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞതുള്ളൂ. ഈ ഒരു ഡോറിലും പറഞ്ഞ പോലെ ഇതാ ഇതും പൊട്ടിയിട്ടുണ്ട്. ഈ വണ്ടിയിൽ ഈ സാധനം പൊട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാ ഇത് ഇളക്കുണ്ട്, ഇത് ഇളകുണ്ട്. പിന്നെന്താ ഇവിടെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇതിലും അങ്ങനെ പണികൾ എടുത്തിട്ടൊന്നുമില്ല. അതിൻ്റെ ഇത് നല്ല റെസ്റ്റ് ആയിട്ടുണ്ട്, നല്ല റെസ്റ്റ് പിടിച്ചിട്ടുണ്ട്. ഇതാണ് വണ്ടിയുടെ രീതി. നമുക്ക് തുറന്നു നോക്കാം ഈ സാധനം. ഇതാ ഇതും അങ്ങനെ പൊളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. കൃത്യം പഞ്ചിങ്ങൾ കറക്റ്റ്. ഇതാ ഇവിടെ ഒക്കെ കറക്റ്റ് പഞ്ചിങ്ങൾ ഉള്ളതുകൊണ്ട് ഇതങ്ങനെ പൊളിച്ച് പണിതിട്ടൊന്നുമില്ല ഈ ഭാഗം എടുത്തിട്ടൊന്നും. എൻ്റെ അടിഭാഗം കുഴപ്പമില്ല. ഇതാ ഇതൊക്കെ ഉണ്ട്, ഇതൊന്നും പ്രശ്നം. ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ ഉണ്ട്. സാധനങ്ങളൊക്കെ മാറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ഒരു ചാർജിങ് പോർട്ടിൻ്റെ മറ്റേ സാധനം എന്താ പറയുക, ക്യാപ്പ്, പിന്നെ ഇവിടെ കുത്താനുള്ള സാധനങ്ങൾ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ വർക്കിംഗ് ആണെന്നുള്ളത് നോക്കേണ്ടി വരും. ഈ ഒരു സാധനം ഇങ്ങനെ ആടുണ്ട്. പക്ഷേ ഈ ലൈറ്റ് വർക്കിംഗ് ആട്ടോ. അത് ഇങ്ങോട്ട് പോരുന്നില്ല കേട്ടോ. അത് ഇങ്ങോട്ട് സാധനം ഉണ്ടല്ലോ നമ്മുടെ ഈ ബാക്കിൽ സൺഷെയ്ഡ്, ഈ സാധനം അങ്ങോട്ട് മൊത്തം അങ്ങോട്ട് വരുന്നില്ല. ഇതും ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് വണ്ടി ഓണാക്കി നോക്കാം. ഓക്കെ, സ്റ്റിച്ച് ചെയ്ത പോലെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയുണ്ട്, സ്റ്റാപ്പർ അടിച്ച പോലെ എന്തൊക്കെ. ഇത് ഹാൻഡ് റെസ്റ്റ് ഒന്നും ഇത് നല്ല രൂപത്തിൽ ഇത് കുഴപ്പമൊന്നുമില്ല. ഇത് പിടിച്ചത് നോർമൽ തന്നെയാണ്. കുറച്ച് അധികം അടിയൊക്കെ പോകുന്നുണ്ട്. ഇതും കുഴപ്പമില്ല. ഇതും കുഴപ്പം ഇല്ല. മനസ്സിലാവുണ്ടോ? ഇനിയിപ്പോൾ നമുക്കിനി വണ്ടി ഓണാക്കാം. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഈ RPM നമ്മളിപ്പോൾ ഇതിൻ്റെ ഒന്നിൻ്റെ താഴെ എടുക്കുന്നത് നമ്മൾ 2-3 അടിക്കുമ്പോൾ ഇത് ഇവിടെ വന്ന് കടന്ന വണ്ടിയുടെ എൻജിൻ അത്ര കുഴപ്പമില്ല എന്നാണ്. ആപ്പിലേക്കാതോ ആക്സിലേക്കാതോ ഇവിടെ വേണ്ട. once more एक बार बढ़ा दो एक बार बढ़ा दो. ठीक है അപ്പോൾ ആജോ. അപ്പോൾ വണ്ടിയുടെ RPM തിരിച്ചെത്തണോണ്ട് ആ ഭാഗത്ത് അങ്ങനെ പ്രശ്നങ്ങളില്ല. വണ്ടിയുടെ എൻജിന് വണ്ടിയുടെ ശബ്ദം ഞാൻ കേൾപ്പിച്ചു തരാം. ഇനി വണ്ടിയുടെ ഉള്ളിലത്തെ കാര്യങ്ങൾ നമുക്ക് ഓരോന്നോരോ നോക്കാം. സമയത്തുണ്ടോ ഒരു ഭയങ്കര ഹാർഡ് നടക്കുന്ന സമയത്ത് ഉണ്ടോ, ശബ്ദം കേൾക്കണുണ്ടോ? വളരെ ഹാർഡാണ് അടക്കുന്ന സമയത്ത്. ഇതും അടക്കുന്ന സമയത്ത് അത്രക്ക് അടില്ല, എന്നാലും ചെറിയൊരു മിസ് വരുന്നുണ്ട്. പിന്നെ ഇത് കുഴപ്പമില്ലാത്ത ഡോറാണ്. ആ പൊട്ടിയുണ്ടെന്നുള്ളൂ കണ്ടോ. ഇത് കുഴപ്പമില്ലാത്ത ഡോറാണ്. നമുക്ക് ഉള്ളിലേക്ക് അടക്കാം. ഇതിന് 4 ലൈറ്റ് കത്തുന്നുണ്ട് കേട്ടോ. ലൈറ്റ് കത്തുന്നുണ്ട്, പക്ഷേ ഇതൊന്നും വർക്ക് ചെയ്യില്ല. വെറുതൊന്നും വർക്ക് ചെയ്യില്ല. അതൊക്കെ നമ്മൾ റെഡിയാക്കണം. ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഫോഗ് ലാമ്പിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് ചെക്ക് ചെയ്ത് നോക്കി. വൈപ്പർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ വേറെ എവിടെയും ഈ 2 സൈഡിലുള്ളൂ. വേറെ ബാക്കിൽ ഇല്ല, ഫ്രണ്ടിലും ഇല്ല. ഫസ്റ്റ് നമുക്ക് ഇനി AC കാര്യത്തിലെടുക്കാം. AC-യുടെ ഈ ഇത് കൂടെ നല്ല അടിപൊളിയായിട്ട് കാറ്റ് വരുന്നത്. 16-ലും ഇട്ടിക്കണുണ്ട്. 16-ൽ ഇട്ടിക്കുന്നത്. ഇതിലൂടെ വെറും ഫാനിൻ്റെ കാറ്റ് വരുന്നത്. ഇപ്പുറത്തും പറഞ്ഞ പോലെ തന്നെ ഇതും ഫാനിൻ്റെ കാറ്റാണ് വരുന്നത്. ഇപ്പുറത്ത് തണുത്ത കാറ്റ് വരുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലില്ലേ, അതിനുള്ളിവിടെ ഒന്നും വരുന്നില്ല. ഇതേ കൂടെ വരുന്നുണ്ട്. ഇതേനും അധികം നന്നായിട്ട് വരുന്നില്ല. ആകെ ഇതുകൂടിയും അതുകൂടിയും കാലിൻ്റെ അടിഭാഗത്തും വരുന്നുണ്ട്. എന്നാലും ഓവറായിട്ടില്ല. മനസ്സിലാവുണ്ടോ? എല്ലായിടത്തും കൂടിയും വരുന്നുണ്ട്, പക്ഷെ ഓവറായിട്ട് വരുന്നില്ല. നല്ല കാറ്റ് അടിപൊളി കിട്ടുന്നില്ല, എന്നാലും ചെറിയൊരു തണുപ്പുണ്ട്. ഓക്കെ, അത്ര തന്നെ. വണ്ടിയുടെ ഇതൊക്കെ നല്ല അടിപൊളി തണുപ്പുണ്ട്. ഇതൊക്കെ നല്ല തണുപ്പ് വരുന്നുണ്ട്. ഇതാണ് AC-യുടെ കാര്യം പറയാനുള്ളത്. നമുക്ക് വണ്ടിയുടെ ഉള്ളത്തെ വോയിസ് കേട്ട് നോക്കാം. റിവേഴ്സ് ക്യാമറ വർക്കിംഗ് ആണ്. റിവേഴ്സ് ക്യാമറ വർക്കിംഗ് ആണ്. നമ്മൾ പാർക്കിലേക്ക് തന്നെ ഇട്ടു. ഈ പാർക്കിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ വർക്കിംഗ് ആണ്. ഇനി ഇപ്പം നമ്മൾ വളരെ ചൂടിലിട്ടേക്കണത് തിരിച്ചിട്ടിട്ട് ഫുള്ളിട്ടപ്പോൾ ഉള്ളിൽ കൂടെ നല്ല ചൂട് വരുന്നുണ്ട്. ഇതേ കൂടെ വരുന്നില്ല, പക്ഷെ ഇതേ കൂടെ നല്ല നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കൂടെ ഒക്കെ നല്ലോണം ചൂട് വരുന്നുണ്ട്. ഉള്ളിലേക്ക് നല്ല ചൂട് വരുന്നുണ്ട്. ഇതേ കൂടെ ഒന്നും ഇല്ലാതെ ഇതേ കൂടെ ഒക്കെ ചൂട് ഇതേ കൂടെ ഒക്കെ വരുന്നുണ്ട്. ഇതേ കൂടെ ഒക്കെ ചൂട് വരുന്നുണ്ട്. വളരെ ചൂടുള്ളതുകൊണ്ട് നമ്മൾ തിരിച്ച് 16 തന്നെ ഇടുമ്പോൾ ഇപ്പോൾ ചേഞ്ചായി. ഇപ്പോൾ നല്ല തണുപ്പ് കാറ്റ് വരുന്നുണ്ട്. ഗ്ലാസിൻ്റെ സാധനമാണ് കേട്ടോ. ഇങ്ങനെ ആക്കുമ്പോൾ വണ്ടി ഇതിങ്ങനെ താഴും.
അതേപോലെ തന്നെ 2 ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മുൾക്കാവും. പക്ഷേ ഈ 3ൻ്റെയും ഇതും ഈ ബാക്കത്തെയും വർക്ക് ചെയ്യില്ല എന്നാണ് ആള് പറഞ്ഞത്. അപ്പോൾ അതും പണിയെടുക്കേണ്ടി വരും. ഓക്കെ, ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. പറഞ്ഞ പോലെ അതും വർക്ക് ചെയ്യില്ല, ഇതും വർക്ക് ചെയ്യില്ല. ഇതൊക്കെ റെഡി ആക്കേണ്ടി വരും. ഓക്കെ, ഇവിടെ നോക്കിക്കോളി. വണ്ടി ഓണാക്കാൻ പോവാണ്. വണ്ടിയുടെ എല്ലാ ലൈറ്റുകളും വർക്ക് ചെയ്യുന്നുണ്ട്. നോക്കിക്കോ, വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ലൈറ്റ് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ സ്വിച്ച് നെക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുറകിൽ നമ്മുടെ ഡിക്കി തുറന്നിട്ടുണ്ട്. ഇങ്ങനെ ഡിക്കിയുടെ കാര്യങ്ങൾ നോക്കാൻ പോവാണ്. ഓക്കെ, ഡിക്കി നമ്മൾ ഇതിൻ്റെ ആ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഒരു ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അടിയിക്ക് ഇട്ട പെട്ടെന്ന് അടിയിക്ക് വീണ പോലെയാണ്. ഓക്കെ, പിന്നെ ഈ ഒരു ക്ലിപ്പ് മാറ്റി കഴിഞ്ഞാൽ സ്പെയർ ടയറിൻ്റെ ഭാഗത്തും അങ്ങനെ ഇടിച്ച് വണ്ടി ഇടിഞ്ഞ് പൊളിഞ്ഞ പോലത്തെ ഒന്നും കാര്യങ്ങൾ കാണാനില്ല. ഓക്കെ, അങ്ങനെ ഡിക്കിയുടെ അവസ്ഥ. ലൈറ്റ് ഈ ഒരു ലൈറ്റ് ഇങ്ങനെ പോന്ന് കിടക്കുന്നുണ്ട്. ഇതാണ് ഡിക്കിയുടെ ഉള്ളത്തെ അവസ്ഥ. ഇനി ഇവിടുത്തെ ഈ പേസ്റ്റൊക്കെ കമ്പനി പേസ്റ്റ് തന്നെയാണ്. അത് എടുത്തിട്ടില്ല എന്നുള്ളതിനൊരു തെളിവുണ്ടോ? ഒന്നും കുഴപ്പമില്ല. ഇവിടെ ഇത് ഇങ്ങനത്തെ ഇതൊക്കെ റെസ്റ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഡിക്കിയുടെ മേജർ പ്രോബ്ലം പറയാറുള്ളൂ. ഇപ്പോൾ ഡിക്കി അടക്കാണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഡിക്കി അടയണത്. എൻജിൻ ഓയിൽ ലീക്കൊന്നുമില്ല. നാളെ എന്ത് ചെയ്യും? നാളെ ആള് വണ്ടി പൊന്തിച്ച് എന്നിട്ട് ലീക്ക് ഉണ്ടോ നോക്കിയിട്ട് പോയാൽ മതി. പൊന്തിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കൂളൻ്റ് തുറന്നു നോക്കി. കൂളൻ്റത്തെ നല്ല ഫ്ലൂയിഡാണ്, അധികം പ്രശ്നങ്ങളൊന്നുമില്ല. നോർമലായിട്ട് തന്നെ ഒരു മഞ്ഞ കളറാണ്, ഓവറായിട്ട് കേടന്നിട്ടില്ല. പിന്നെ വൈപ്പറിൻ്റെ അവിടെ വെള്ളം നിറച്ചിട്ടില്ല. ആപ്രോണൊന്നും പൊളിഞ്ഞിട്ടില്ല. അപ്പോൾ ആപ്രോൺ വണ്ടി ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പൊളിയുണ്ടല്ലോ. ഇങ്ങനത്തെ നല്ല പേസ്റ്റിങ് തന്നെയാണ്. അതിൻ്റെ അലൈൻമെൻറ്റൊക്കെ ആപ്രോണിൻ്റെ കറക്റ്റാണ് രണ്ടിടത്തും. ആപ്രോണൊന്നും അങ്ങനെ കമ്പനി പേസ്റ്റിങ്ങാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി എൻജിൻ ഓയിൽ ഇപ്പോൾ വണ്ടി ഇപ്പോൾ ഓഫാക്കിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇത് ഞങ്ങൾ തുറന്നു നോക്കിയപ്പോഴും എൻജിൻ ഓയിൽ നിറക്കളൊന്നും അത്ര കുഴപ്പമില്ല. വണ്ടി തുറന്നു നോക്കിയിട്ട് നമ്മൾ വണ്ടി ഓണാക്കിയിട്ട് നമ്മൾ തുറന്നു നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് പുറത്തേക്ക് സ്പില്ല് ചെയ്യണില്ല. ഓയിലൊന്നും സ്പില്ല് ചെയ്യണില്ല. ഓയിലുള്ളിൽ തന്നെയാണ്. എൻജിൻ റൂം ഇവിടെ ഒന്നും എന്ത് ചെയ്തില്ല. ബോണറ്റ് കമ്പനി പേസ്റ്റ് തന്നെയാണ്. അങ്ങനത്തെ വണ്ടി ഇടിച്ചിട്ടും അങ്ങനത്തെ പേസ്റ്റൊന്നും അങ്ങനെ മാറിയിട്ടൊന്നും എന്ത് ചെയ്യില്ല, കാണാനില്ല. നോക്കി നോക്കുമ്പോൾ ഒന്നും കമ്പനി പേസ്റ്റ് തന്നെയാണ്. വണ്ടി ഇടിച്ചിട്ടൊന്നുമില്ല. അത് നമുക്ക് കൃത്യം മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇതാണ് വണ്ടിയുടെ എൻജിൻ റൂം. നമ്മളിങ്ങനെ എൻജിൻ ഓയിൽ ലീക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കും. നമ്മൾ വണ്ടി ഓടിച്ചപ്പോൾ വണ്ടിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സ്പീഡ് നല്ല ആക്സലറേഷൻ, നല്ല ബ്രേക്ക് ഉണ്ട്, നല്ല സസ്പെൻഷൻ ഉണ്ട്. നമ്മളൊരു ഒഴിഞ്ഞ റോഡിൽ 2 കൈ വിട്ടിട്ട് ഓടിച്ചു നോക്കി. അപ്പോൾ ഒരു 30 മീറ്ററോളം വണ്ടി കറക്റ്റ് പോയി. പിന്നെ നൈസായിട്ട് ഇങ്ങനെ നോർമലി റോഡിൻ്റേതായിരിക്കും, നൈസായിട്ട് ഇങ്ങനെ സൈഡായിട്ട് ഇങ്ങനെ പോകില്ലേ, ചെറുതായിട്ട് അങ്ങനെയാണ്. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടി നല്ല സ്റ്റിയറിംഗ് ഒക്കെ അടിപൊളി തന്നെയാണ്. വണ്ടി അടിപൊളിയായിട്ട് പിന്നെ വണ്ടിയിൽ നിന്ന് പഞ്ചാബ് അവിടെ എത്തിയപ്പോൾ എന്നെ പിക്ക് ചെയ്യാൻ വന്നത് മൂപ്പരാളാണ്. മൂപ്പരാൾ പിക്ക് ചെയ്യാൻ വന്ന ശേഷം ഒരു 7 കിലോമീറ്റർ 5 കിലോമീറ്റർ ഇങ്ങനെ ഓടിച്ചു എന്നിട്ടാണ് ഇവിടെ എത്തിയത്. ഓക്കെ, വണ്ടിക്ക് അങ്ങനെ കാര്യമായിട്ട് അങ്ങനെയൊന്നും പറയാനുള്ള പ്രശ്നം, വണ്ടി ഒന്നും പ്രശ്നമില്ല. കണ്ടീഷനൊക്കെ വണ്ടിയുടെ ഓക്കെയാണ്. അതൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും കുറ്റം പറയാനുള്ളതില്ല. ഇന്ത്യയിലെ എക്സ്ട്രയിലെ കുറച്ച് പ്രശ്നങ്ങളാണ്. ഇത് 2010 വണ്ടിയാണ്. അപ്പോൾ അത് ഞങ്ങൾ കസ്റ്റമറിനെ ഫേസ് ലിഫ്റ്റ് ചെയ്യാനുള്ളതാണ്. നമുക്ക് നോക്കാം. എൻ്റെ മുഖം വേർത്ത് നോക്കാൻ കേട്ടോ. ഇവിടെ നിന്നിട്ട് നമ്മൾ പോയിട്ടില്ല. നമ്മളിപ്പോൾ രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ ഒരു 3 മണിക്കാണ് ഇവിടെ എത്തിയിട്ട്. ഇവിടെ ഫുള്ള് വണ്ടി നപ്പ് തന്നെയാണ്. ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇതാണ്, ചൂടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോണത് 2 ഞങ്ങൾ നോക്കാൻ വിട്ടുപോയതാണ്. ഈ 2 ഫങ്ഷൻസ് ഉണ്ടല്ലോ, ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. 2 സൈഡിൽ നോക്കണം. ഈ വണ്ടി സീറ്റ് മോൾക്ക് പൊന്തുന്ന ഫങ്ഷൻ വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ മാനുവലാണ് ഇതൊക്കെയും. നമ്മൾ ഈ സാധനം ഇങ്ങനെ വലിച്ചതിന് വണ്ടി ഇങ്ങനെ അതുവരെയും പോവുക, തിരിച്ച് വണ്ടി അത് ഈ സംഭവം റെഡിയാകുന്നുണ്ട്. ഈ വണ്ടി ഇങ്ങനെ നമുക്ക് ആവശ്യം വെച്ചാൽ എന്ത് ചെയ്യാം, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതുണ്ട്. പക്ഷെ സീറ്റ് മറ്റേ ഉണ്ടല്ലോ, ഈ സാധനം അങ്ങനെ വർക്ക് ചെയ്യുന്നില്ല. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡ് പോയിട്ട് അവിടുത്തെ നോക്കാം. ഇനി ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമാണ്, ഇതിൻ്റെ ഈ ഒരു ഫങ്ഷൻ ഉണ്ടല്ലോ, ഇത് സീറ്റിൻ്റെ ഈ 2 വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിലും
കുഴപ്പമില്ലാണ്ട് ഇതൊക്കെ ചെറിയ ചെറിയ ഫങ്ഷൻസൊക്കെ ചിലത് 2 വർക്ക് ചെയ്യുന്നുണ്ട്, 2 വർക്ക് ചെയ്യുന്നില്ല. ഈ പിന്നിലുള്ള ഈ സീറ്റ് ഇത് വീർക്കാനുള്ളതാ. 2 എന്ത് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നുണ്ട്, വീർക്കണമെന്നുണ്ട്, വീർത്ത് പോകുന്നുണ്ട്. പക്ഷെ ഈ ഇതിൻ്റെ മുകളിലത്തെ ഈ 2 സ്വിച്ചുകൾ എന്ത് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല. അത് റെഡിയാണ്. ബാക്കി 2 സ്വിച്ചുകളും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിനെ പറ്റി പറയാനുള്ളത്. ഇനി അപ്പുറം സീറ്റ് നോക്കാം നമുക്ക് പോയിട്ട്. ഇതിലും ഇതിലും പറഞ്ഞ പോലെതാ ഇങ്ങനെ പോവുക, അതേപോലെ ഇങ്ങനെ വന്ന് എങ്ങനെയും കൊണ്ടുവരാം. ഇതൊക്കെ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി മറ്റ് 2 സ്വിച്ചുകൾ, ഇതിൻ്റെ 4 സ്വിച്ചും വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഈ കാണുന്ന 4 സ്വിച്ചും വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് വർക്ക് ചെയ്യുന്നില്ല, പക്ഷേ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിനെ പറ്റി പറയുന്നത്. ഇനി എൻജിൻ റൂമിൽ ശബ്ദം കേട്ടോ, വണ്ടി ഓണാക്കി ഇട്ടേക്കാണ്, വണ്ടി ശബ്ദം കേട്ടോ. ഓക്കെ, നമ്മൾ ആക്സിൽ ഓടിച്ചിട്ടൊക്കെ പോണ്. ഇനി നമ്മൾ വണ്ടിയുടെ ഓയിൽ ഇതാ ഇതാണ് ശബ്ദം. ശബ്ദം കേട്ടില്ല. ഇനി നമുക്ക് വണ്ടി അടച്ചിടുകയാണ്. ഇനി ഞാൻ നാളെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽസൊക്കെ എന്താണ് ഇനി എങ്ങനെയാണെന്നൊക്കെയുള്ളത് ഞാൻ നാളെ ഇനി നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി അതായത് വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ വീഡിയോ എടുക്കുന്നത് ചിലപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യാം. ഞാൻ എവിടെ സ്റ്റേ ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതിലൊക്കെ ലൈറ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊന്നുമില്ല, രാത്രി ഞാൻ മനസ്സിലാവുള്ളൂ. ഇതിലൊക്കെ ലൈറ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. സ്വിച്ചുകളുടെ ലൈറ്റുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് പിന്നെ മാറ്റിയതായിട്ട് തോന്നുന്നുണ്ട്. ഇവിടെ അങ്ങനെ അധികം വർക്കിങ് കാണാനില്ല. പക്ഷെ ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് നിൽക്കണ സമയത്ത് 2 സൈഡത്തെയും ഞാൻ പറഞ്ഞില്ലേ, ഈ ഇവിടെ ഇൻഡിക്കേറ്ററും അവിടുത്തെ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യണം. അവിടുത്തെ ഫ്രണ്ടിത്തെയും ബാക്കത്തെയും ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി വേറെ ഒന്നുമില്ലല്ലോ ഉള്ളിൽ. നമ്മളെല്ലാം കാണിച്ചതൊക്കെ ഇനി നമ്മൾ കാണിക്കാത്തത് അങ്ങനെയൊന്നുമില്ല. ഗ്ലാസ് ഗ്ലാസ് ഒന്നും കുഴപ്പമില്ല, നല്ല ഗ്ലാസ് തന്നെയാണ്. ഇതാണ് വണ്ടിയുടെ ബോണറ്റ് ഇടുമ്പോൾ സൗണ്ട് കേട്ടോ. നോർമൽ സൗണ്ട് തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. ഹലോ ഹബീബീസ്, അങ്ങനെ പിറ്റേ ദിവസത്തെ രാവിലെ ആയിട്ട് ഇപ്പോൾ നമ്മൾ കൃത്യം ആ സമയം 6:30 കണ്ട് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോൾ ചൂട് കാലം ആയതുകൊണ്ട് നോർത്തിലൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ, ഈ രാവിലെ രാത്രി ഈ ചൂടുള്ള സമയത്ത് പകൽ കുറച്ച് കൂടുതലുണ്ടാവും, രാത്രി കുറവായിരിക്കും. അതേപോലെയാണ് 5 മണി ആകുമ്പോഴത്തേനും നമ്മുടെ നാട്ടിലത്തെ 7 മണി പോലെയാണ്. ഇപ്പോൾ 6:30 കണ്ട് തോന്നുന്നുണ്ട്. ഒരു സൂര്യ കുതിച്ച് 8 നാട്ടിലത്തെ 9 മണിയുടെ ഒരു ഫീലാണ് ഇപ്പോൾ. ഇപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ വന്ന് അവിടെ പാട്ട് കേൾക്കുന്നുണ്ടല്ലോ, അത് ഗുരുദ്വാരയാണ്. അപ്പോൾ ഈ ഗുരുദ്വാരയുടെ പിന്നിലൊരു പള്ളിയുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെ ഈ കിടക്കുന്ന ഇതിലൊരു മഹാൻ കിടക്കുന്നുണ്ട്, ഒരു ദർഗയിൽ. ഹാജി റത്തൻ എന്നാണ്, ഹാജി റത്തൻ അങ്ങനെ എന്തോട്ടാണ് പേര്. ഈ അവിടെ ഉള്ള ഗുരുദ്വാരയിലുള്ള ഗുരുവും ഈ ഒരു മഹാനും ഭയങ്കര കൂട്ടായിരുന്നു. അവരുടെ ഒരു സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ട് അവരും മരിക്കുന്ന സമയത്തും ഇതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് ഈ ദർഗ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ മുമ്പിൽ ഗുരുദ്വാരയും പിന്നിൽ പള്ളിയാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇന്നലെ അള്ളാഹിൻ്റെ ഒരു ഇതുകൊണ്ട് നമ്മൾ പള്ളിയിൽ വന്നു. ഇവിടെ ഒരു കുടുംബം ഉണ്ടായിരുന്നു, ഇവിടെ നിൽക്കുന്ന ഈ ഇമാമും 2 മക്കളും ഉണ്ട്. അവരെ പിന്നാലെയാണ് ഇന്നലെ പള്ളിയിലാണ് കിടന്നു. ഇന്നലെ രാത്രി നല്ല ഇടിയും മഴയായിരുന്നു. രാവിലെ ഭയങ്കര ചൂടും, രാത്രി നല്ല ഇടിയും മഴയാണ്, നല്ല സുഖം ഉണ്ടാകുന്ന കിടക്കാൻ. അങ്ങനെ ഇന്നലെ രാത്രി നല്ല ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ സമയം കൃത്യം 6:38 രാവിലെ. ഇനി നമുക്കൊന്ന് ഫ്രഷായി ഒന്ന് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് കാറിൻ്റെ കാര്യം അന്വേഷിക്കണം. ഈ കാറ് ഞാൻ എന്തായാലും ഡീലായി കഴിഞ്ഞാൽ ഈ കാറ് എടുക്കാൻ നമ്മുടെ കസ്റ്റമറിന് സാറ്റിസ്ഫൈ എല്ലാ കാര്യം പറയുന്നുണ്ട്. വണ്ടിയുടെ നല്ല കാര്യങ്ങളും പറയുന്നുണ്ട്, ചീത്ത കാര്യങ്ങളും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് കസ്റ്റമർക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്യാനുള്ളതാണ്. എന്നാലും വണ്ടിയുടെ എൻജിനൊക്കെ കുഴപ്പമില്ല. ഇനി നമുക്ക് ബാക്കി വണ്ടിയുടെ വണ്ടി ഇന്ന് ലിഫ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വണ്ടി എല്ലാവരും ചെയ്ത് കൊടുക്കില്ല, നല്ലൊരു കുഴപ്പമില്ലാത്ത ആളായതുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ എൻജിൻ ഓയിൽ ലീക്കണം, നമ്മുടെ കസ്റ്റമർ ചോദിക്കുന്നതിന് എൻജിൻ ഓയിൽ ലീക്കണം നോക്കണം. ഞാൻ നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. ഇനി പറഞ്ഞു എനിക്ക് വേണ്ടി ഞാൻ വണ്ടി ലിഫ്റ്റ് ചെയ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. നമുക്ക് അതോടെ നോക്കാണ്ട്. അപ്പോൾ അത് നോക്കി നമ്മൾ കൃത്യമായിട്ട് സംസാരിച്ച ശേഷം ഇഷ്ടമാണെങ്കിൽ നമ്മൾ എടുക്കും, ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകും. ഓക്കെ, ഇന്നലെ തന്നെ നമ്മൾ തിരിച്ചു പോകുന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. അതുകൊണ്ട് ഞാൻ രാവിലെ ഇറങ്ങുമ്പോൾ ഡ്രസ്സൊന്നും എടുത്തില്ല, വെറും മുണ്ട് മാത്രം ഡ്രസ്സ് എടുത്തിട്ട് ഇറങ്ങിയത്. ഇനി ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടാവുക വെച്ചിട്ട്. ട്രെയിൻ ഓൾറെഡി 3 മണിക്കൂർ ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇവിടെ വന്നപ്പോഴത്തേനും 3 മണി, പിന്നെ വണ്ടി നോക്കണ്ടേ.
പിന്നെ എന്തായാലും നമ്മളെല്ലാ വീഡിയോസും എല്ലാ കാര്യങ്ങളും വണ്ടിയുടെ എല്ലാ പ്രശ്നങ്ങളും നല്ല ഭാഗങ്ങളും ഒക്കെ എന്ത് ചെയ്യും നമ്മൾ കസ്റ്റമറുടെ അടുത്ത് ഏൽപ്പിച്ച നമ്മൾ കസ്റ്റമറിന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ആ കസ്റ്റമർക്ക് തീരുമാനം പോലെ ഇഷ്ടപ്പെട്ടു നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ എടുക്കും, ഇല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കി പോരും. ഓക്കെ, അപ്പോൾ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചതല്ലേ, നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇങ്ങൾക്കും വല്ല കാറിൻ്റെ പാർട്സുകൾ ഞാനൊക്കെ അതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. കാറിൻ്റെ പാർട്സ് അപ്പോൾ എന്ത് കാറിൻ്റെ പാർട്സ് ആയിക്കോട്ടെ, കാറുകളായിക്കോട്ടെ, നമ്മൾ ഉണ്ടെങ്കിൽ നല്ലതാണെങ്കിൽ നമ്മൾ നാട്ടിൽ അയക്കും. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ വാട്സപ്പിലൂടെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം. ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, വാട്സപ്പ് ഉണ്ട്. ഇതിൽ കോൾ ചെയ്താൽ ഞാൻ എടുത്തില്ലെങ്കിൽ എന്തായാലും തിരിച്ച് വിളിക്കും. അപ്പോൾ അതിൽ മെസ്സേജ് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഏത് കാറാണെങ്കിൽ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച ശേഷം ഡീറ്റെയിൽസ് അറിയിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, കുറച്ചൊന്ന് ഫ്രഷ് ആവട്ടെ. ഫ്രഷ് ആയിട്ട് ഇനി നമുക്ക് ഇന്ന് തിരിച്ച് പോകണമെന്ന് വിചാരിക്കുന്നത് 4 മണിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ എന്തായാലും അവിടെ എത്തി കാണാം. ഇൻഷാ അല്ലാ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ഇതാണ് ഇവിടെ നദീം ഭായ്. ഒരാൾക്കും ഒരു യൂട്യൂബ് ഉണ്ട്. ഒരാൾ കിടക്കുകയാണ്, പിന്നെ ഉപ്പ അവിടെ കിടക്കുകയാണ്, പിന്നെ ഒരു ഭായ് അവിടെ ഉണ്ട്. പിന്നെ ഇൻഷാ അല്ലാ നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു കിലോമീറ്റർ നടക്കാണ്ട്. നമ്മൾ മറ്റാൾ ഡീലർ ലേറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേഗം നടന്ന് നമുക്ക് തിരിച്ച് പോകാനുള്ളതുകൊണ്ട് ടൈമുകൾ കളയുന്നില്ല. നടന്നിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ അവിടെ എത്താനുള്ള ഒരു പുറപ്പെടലാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ നിൽക്കുന്നത് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല സ്നേഹിച്ച് നല്ല ഫുഡൊക്കെ തന്ന് നമ്മൾ വേഗം ഇറങ്ങുകയാണ്. ഇൻഷാ അല്ലാ ഇന്ന് തിരിച്ച് പോകണം. എന്നാലാണ് നമുക്ക് വേറെ നാളെ വർഷം പരിപാടികളുണ്ട്. അപ്പോൾ എന്തായാലും ഈ കാറിനെ പറ്റിയിട്ട് ഇനി കൂടുതൽ നമുക്കൊരു 5 മണിക്കൂർ ഇനി വേണം. എന്നാലാണ് നമുക്ക് ബാക്കിയുള്ള വണ്ടിയുടെ പേപ്പർ വർക്കുകളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ പേപ്പർ വർക്കൊക്കെ ചെയ്യണമെങ്കിൽ 5 മണിക്കൂറോളം എന്ത് വേണ്ടി വരും. അറിയാണ്ട് കുറച്ചുകൂടി മനസ്സിലാക്കാണ്ട് നെഗോഷിയേറ്റ് ചെയ്യാണ്ട് അതൊക്കെ ടൈം എടുക്കും. ഇതായാലും ഇല്ലെങ്കിലും പറയല്ലേ, നമ്മൾ ഈ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യും. കാരണം ഇതൊക്കെ ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം അത് ഇട്ടുള്ളൂ. ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഇതേപോലെ പലയിടത്തും, ഇപ്പം ഇവിടെ പഞ്ചായത്തിനായിട്ട് മുന്നൊക്കെ ഞാൻ പലയിടത്തും ഓടുമായിരുന്നു ഈ സന്തോഷം. അതൊന്നും ഇട്ട് എല്ലാവർക്കും നമ്മുടെ കസ്റ്റമേഴ്സ് ഒരുപാട് ആൾക്കാർ പല കാറും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി ഓടും. പക്ഷേ വെറുതെ അന്വേഷിച്ചെടുക്കുന്നത് കാര്യമില്ലല്ലോ. ഞങ്ങൾ പഞ്ചാബിക്ക് വന്നുകൊണ്ട് ഈ കാറ് എന്തായാലും നമുക്ക് വീഡിയോ ചെയ്യണം തോന്നി ഇതിനെ പറ്റിയിട്ട്. അത് നമ്മളെന്തായാലും വന്ന പർപ്പസ് നടന്നാലില്ല. ഇതെങ്ങനെ നമ്മൾ കാറ് നോക്കട്ടെ. അതേപോലെ നമുക്ക് നമ്മളെ കസ്റ്റമർ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ്. അപ്പോൾ എന്തായാലും വീഡിയോ എന്തായാലും ഇൻഷാ അല്ലാ അപ്ലോഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ഇതിൽ പറഞ്ഞ് വഷളാക്കുന്നില്ല. ഞാൻ എന്തായാലും അവിടെ പോയിട്ട് ബാക്കി കാണാം. നടക്കട്ടെ വേണ്ടിട്ടോ. കണ്ടില്ലേ, ഇതാണ് വണ്ടി. ഞാൻ രാവിലെ എന്നിട്ട് വന്നേക്കാണ്. നമുക്ക് ബാക്കി കുറച്ച് നോക്കാണ്ട് ലിഫ്റ്റിംഗ് ചെയ്യാണ്ട്. ഓക്കെ, ഇതാണ് വണ്ടിയുടെ സീറ്റിൻ്റെ അടിഭാഗം. ഇനി എല്ലാ തുരുമ്പ് പിടിച്ചുകൊണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ്. അത് കുഴപ്പമില്ല. നോക്കാൻ വിട്ടുപോയത് ഇതിൻ്റെ ലൈറ്റ് ആയിരുന്നു. കണ്ടോ, ലൈറ്റ് ഇതാണ് അവസ്ഥ. കണ്ടോ, ഇത് ഞാൻ ഇത് വർക്ക് ചെയ്യില്ല. അതിനുള്ളത്തെ സാധനം വർക്ക് ചെയ്യില്ല തോന്നുന്നു. ഈ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യില്ല. ഇതിൻ്റെ ഏതൊക്കെ വർക്ക് ചെയ്യുന്ന കാണിച്ചു തരാം കേട്ടോ. വർക്ക് ചെയ്ത് ഇതിൻ്റെ ക്യാപ്പ് കണ്ടോ, ഇതിന് ഇങ്ങനെയാണ് ക്യാപ്പ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളത്തെ മറ്റേ ലെൻസ് സാധനം ഉണ്ടല്ലോ, അത് ഇനി പോയേക്കണതിൻ്റെ മോഡൽ ഇങ്ങനെയൊന്നും അറിയില്ല. ഇങ്ങനെ ആവാൻ സാധ്യത കുറവാണ്. എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട്. ഇപ്പുറത്തും അതേപോലെ സെയിം ആയിട്ട് തന്നെ കാണുന്നത്. ഇതേപോലെ തന്നെ പണ്ടത്തെ ടോർച്ച് പോലെ കാണുന്നത്. ഇപ്പുറത്ത് ഈ സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ കാണിച്ചത് ഇതാണ് ലൈറ്റിൻ്റെ ആയിട്ട് അവസ്ഥ. ഓക്കെ, ലൈറ്റ് ഇതാണ്. ഞാൻ ഓൺ ആക്കിയിട്ട് ഇനി ഇതിൽ കാണിച്ചത് എന്താണെന്നുള്ള അവസ്ഥ. ഫോൺ ലാബ് ഉണ്ടല്ലോ, ഇതിൽ പറയുന്ന അലൈൻമെൻറ്റ് തെറ്റിയിരിക്കുകയാണ്. പക്ഷെ ഇത് വർക്ക് ചെയ്തിട്ട് രണ്ടും വർക്ക് ചെയ്യാൻ കാണിച്ചു. ലൈറ്റുകളൊക്കെ ഓൺ ആക്കിയിട്ട് ഞാൻ വണ്ടിയുടെ ഇത് കാണിച്ചു തരാം. അങ്ങനെ വണ്ടി ഓൺ ആക്കിയ ശേഷം ലൈറ്റ് ഉണ്ടോ. ഓക്കെ, ഇതാണ് ഇത് കത്തുന്നില്ല. ഉണ്ടോ, ഇതുണ്ടോ, ഇതും കത്തുണ്ട്. പക്ഷെ അലൈൻമെൻറ്റ് തെറ്റി കിടക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കണ്ടോ, ഇത് റെസ്റ്റ് ആയിട്ടിരിക്കുന്നതാണല്ലോ. അതിങ്ങനെ മടങ്ങിയിരിക്കണമെന്നാണ് മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. ഈ നെറ്റ് ഗ്രില്ലും ഇത് മാറ്റേണ്ടി, ഈ നെറ്റ് മാറ്റേണ്ടി വരാൻ ചിലപ്പോൾ. ഇവിടെ പുക നോക്കുമ്പോൾ എന്താ പുക അവസ്ഥ നോക്കാൻ വേണ്ടിയിട്ട് അലക്കാതോ വയ്യ.
थोड़ी जोर से जोर से जोर से हाँ थोड़ी थोड़ा थोड़ा हाँ बस 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 നമ്മൾ ഇനി നേരെ ഇതിൻ്റെ ആ ഓയിലിൻ്റെ സാധനം തുറന്നു നോക്കാൻ പോകും. അതിനുള്ളിൽ സ്പില്ല് ചെയ്യുമ്പോൾ പുക വരുന്ന അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൻ്റെ വണ്ടിയുടെ ഓയിൽ പുറത്തേക്ക് വരുന്നുണ്ടോ എന്നുള്ളത്. ആ സ്മോക്കിനെ പറ്റി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സ്മോക്ക് ആക്സിൽ കിട്ടുമ്പോൾ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അത് പുതിയ വണ്ടി ആയാലും പഴയ വണ്ടി ആയാലും BMW എന്താണ് ഇങ്ങനെ വരും എന്നാണ് പറഞ്ഞത്. അത് ആ ചെറിയ സ്മോക്ക് വരും. അതങ്ങനത്തെ ഈ വണ്ടികൾ പറ്റിയത് അതാണ്. പിന്നെ വണ്ടി ആക്സിൽ കൊടുക്കുമ്പോൾ നോക്കിയപ്പോൾ പറഞ്ഞാൽ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ആ പുക മൊത്തം ഉള്ളിലേക്ക് പോകുന്നുണ്ട് ചെറുതായി കൊടുക്കുമ്പോൾ. ഓക്കെ, പിന്നെ പുറത്തേക്ക് ഓയിൽ സ്പില്ലൊന്നുമില്ല, ഓയിൽ ലീക്കേജ് ഒന്നും കാണാനില്ല. ഇനി നമുക്ക് വണ്ടി ലിഫ്റ്റ് ചെയ്ത ശേഷം നോക്കേണ്ടി വരും. ഓക്കെ, എല്ലാ ലൈറ്റുകളുടെയും ഓണാണ് കേട്ടോ. ഞാൻ നോക്കി ഞാൻ കേട്ടോ. ഞാൻ രാവിലെ വന്നത് AC ഓണാക്കിയപ്പോൾ അടിഭാഗത്ത് അവിടുന്ന് വരുന്നുണ്ട് ഇവിടുന്നും ഇവിടുന്ന് തണുത്ത കാറ്റ് വരുന്നുണ്ട്. രണ്ട് കാറ്റ് വരുന്നുണ്ട്. ഇത് കുറച്ച് തണുപ്പ് കുറവാണ്, പക്ഷെ തണുപ്പ് കൂടുതലത്. ഇതൊന്നും കുഴപ്പം, നല്ല തണുപ്പുള്ള വരുന്നുണ്ട്. അവിടുന്ന് വരുന്നില്ല. ഇത് രണ്ടിടന്ന് വരുന്നുണ്ട്, ഇതൊന്നും വരുന്നില്ല. മനസ്സിലാവുണ്ടോ? ഇതൊന്നും വരുന്നില്ല. ഇതിന്ന് ചെറുതായിട്ട് വരുന്നുണ്ട്. മനസ്സിലാവുണ്ടോ? ഇനി ഇത് ഞാൻ ഓട്ടോ ഉണ്ട്, അപ്പോൾ സ്വിച്ച് ചെയ്യാൻ മാറ്റിയിട്ട് ഓട്ടോ എന്നൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഇതിൽ ഇങ്ങനെ ആവണ സമയത്ത് ഇതിൽ ഇന്ന് വരുന്നുണ്ട്, ഇത് വരുന്നുണ്ട്, അതൊന്നും വരുന്നില്ല. ഇന്ന് രണ്ടും വരുന്നുണ്ട്, ഇതൊന്നും വരുന്നില്ല. ഇന്നും ചെറുതായിട്ട് വരുന്നുണ്ട്. മനസ്സിലാവുണ്ടോ? ഓട്ടോ നിൽക്കുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. അടിഭാഗത്ത് അടിഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ ഞാൻ നല്ല ചൂടുണ്ട് ഇപ്പോൾ ഇവിടെ. ഈ ചൂടുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താൽ ഇട്ടപ്പോൾ കറക്റ്റ് മനസ്സിലായി. മനസ്സിലാവുണ്ടോ എവിടെ നിന്നൊക്കെ എങ്ങനെയാണെന്നുള്ളത്. ഗിയർ ഷിഫ്റ്റ് നോക്കുകയാണ്. ഗിയർ ഷിഫ്റ്റിൻ്റെ അവസ്ഥ എന്നുള്ളത് കേട്ടോ. ഇപ്പോൾ റിവേഴ്സ് ഇട്ടു, ഇപ്പോൾ ന്യൂട്രൽ ഇട്ടു, ഇപ്പോൾ ഡ്രൈവിലിട്ടു. കുഴപ്പമില്ല, വണ്ടി ഓക്കെയാണ്. മനസ്സിലാവുണ്ടോ? ഗിയർ ഷിഫ്റ്റിനും കുഴപ്പമില്ല. ഹാൻഡ് ബ്രേക്ക് നമ്മൾ ഇട്ടു, കണ്ടോ? ഇപ്പം നമ്മുടെ കാറ് നമ്മൾ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നേക്കാണ്. ഇതുവരെ തന്നെ വേറൊരു ഈ ഒരു ഗ്യാരേജ് വരെ ഇങ്ങനെ വണ്ടി റിപ്പയർ ചെയ്യുന്നൊരു ഗ്യാരേജാണ് ഈ ഡീലറിൻ്റെ. നമ്മളിവിടെ വന്നിട്ട് 5 മിനിറ്റ് കൊണ്ട് പോകാനായിട്ടുണ്ട് വണ്ടി പൊന്നിച്ച് നോക്കാം. ഇത് പൊന്നിച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചെയിൻസും വണ്ടിയുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നമുക്ക് നോക്കും. പിന്നെ അതുപോലെ എഞ്ചിനും ലീക്കുണ്ടോ നോക്കും. ഓക്കെ, നമ്മൾ വണ്ടി നോക്കിയിട്ട് അതാ വണ്ടി ഇരിക്കുന്നു. വണ്ടി പൊന്തിക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടിയുടെ ലിഫ്റ്റ് ചെയ്തപ്പോൾ അതിൽ ചെറിയൊരു ലീക്ക് പോലെ കണ്ടു പറഞ്ഞില്ല. ആ സംഭവം എന്താ അറിയോ, നമ്മുടെ ആക്സിൽ ബൂട്ടിൻ്റെ അവിടെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പൊട്ടി കൊടുത്തുനിന്ന് ഗ്രീസ് പലയിടത്തും തെറിക്കും. അപ്പോൾ തെറിച്ച് കഴിഞ്ഞാൽ എൻജിൻ ഹീറ്റാവണ സമയത്ത് ചൂടാവണ സമയത്ത് ഇത് ഒലിച്ചിറങ്ങി അടി ഡൈനാമിൻ്റെ അടിക്ക് വന്നിട്ടാണ് അത് കണ്ടത്. പക്ഷെ എന്ന് വെച്ചാൽ നമ്മൾ ഉപ്പരാളൊക്കെ വിളിച്ചു. ഉപ്പരാൾ ഗൾഫിലൊക്കെ ഒരുപാട് ജോലി ചെയ്തതാണ്. അപ്പോൾ ഉപ്പരാൾ വിളിച്ചു. ഉപ്പരാൾ ഞാൻ കാണണമൊക്കെ വണ്ടി കാണിച്ചു കൊടുത്തപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ കണ്ടപ്പോൾ ഉപ്പരാൾ മോനെ ഇത് നാട്ടിലേക്ക് അയച്ചു കൊടുക്കണ്ട, അവരടുത്ത് കൃത്യമായിട്ട് കാര്യം പിന്നെ നമ്മൾ കസ്റ്റമറിന് ഈ വീഡിയോസൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ടെല്ലാം എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എല്ലാ പ്രശ്നങ്ങളും. അപ്പോൾ ഞാൻ അപ്പോൾ ഈ പറഞ്ഞു ഈ പരമാവധി നാട്ടിലേക്ക് അയക്കണ്ട, വെറുതെ എന്തിനാ നാട്ടിലേക്ക് അയച്ചിട്ട്. അപ്പോൾ നാട്ടിലേക്ക് അയച്ചതുകൊണ്ട് അവർക്ക് ഒരുപാട് പണികൾ വന്ന് എനിക്ക് പ്രാക്ക് കിട്ടും, പിന്നെ ഒരു ഉപകാരമില്ലാത്ത പോലെയും എനിക്ക് താല്പര്യമില്ല. എനിക്ക്
ആരെന്തെടുക്കുമ്പോഴും നമ്മളെ വിശ്വസിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് നമ്മളത് കോൺടാക്ട് ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു കാർ എടുക്കുമ്പോൾ എത്രത്തോളം ചെക്ക് ചെയ്യും, എത്രത്തോളം പൈസ ഒരാൾ ശ്രദ്ധിക്കും. അതുതന്നെയാണ് ഞാനും ഇവിടെ നോക്കിയത്. അപ്പോൾ എന്തായാലും നമ്മൾ എന്ത് ചെയ്ത് അവസാനം ഈ കാറ് വേണ്ടാന്ന് വെച്ച് ഇപ്പോൾ ഈ കാണുന്നുണ്ട്, ഇതാണ് ബാക്കത്തെ ഗ്യാരേജ് വരെ നല്ലൊരു ഡീലറായിരുന്നു. പക്ഷേ ഈ വണ്ടി അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്ത് നമ്മളിനി ഇവിടുന്ന് പോവാണ്. പോയിട്ട് ഇനി ഈ വണ്ടി ഇവിടുന്ന് ഒഴിവാക്കി നമ്മളിനി വേറെ അന്വേഷിക്കും. നല്ലത് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും, അയച്ചു കൊടുക്കും. അപ്പോൾ ഇത് ഇനി അയച്ചു കൊടുക്കൊണ്ടുള്ളൊക്കെ ആയിരിക്കും എന്ത് വീഡിയോയിൽ വരിക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതേപോലെ വണ്ടികൾ, ഏത് വണ്ടി ആയിക്കോട്ടെ, ലക്ഷറി വണ്ടി ആയിക്കോട്ടെ, സാധാ വണ്ടികളായിക്കോട്ടെ, ഏത് വണ്ടികളുണ്ടെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ മതി. നമ്മൾ അന്വേഷിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നല്ലോണം അതേപോലെ നോക്കിയിട്ട് എന്ത് ചെയ്യുള്ളൂ, മനസ്സിലാക്കിയ ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ നാട്ടിലേക്ക് കയറ്റി അയക്കുള്ളൂ എന്ന് ഉറപ്പ് തരികയാണ്. ഇനിയിപ്പോൾ വണ്ടി 4:50 ട്രെയിൻ ഉണ്ട്. ഞാൻ തിരിച്ച് ഡൽഹി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതുവരെ കണ്ടവരെല്ലാവർക്കും താങ്ക്സ്, നന്ദി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.